ടിയാര നിങ്ങൾക്കായി ഒരുക്കുന്ന തകർപ്പൻ ഓണം ഓഫറുകൾ. ഏവർക്കും ടിയാരയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നല്ലൊരു കലാകാരനായി മാറി. അതുകൊണ്ട് എൻ്റെ പടം തന്നെ അതായത് ഗോകുലം പോലീസ് ആരംഭിക്കുന്ന പടത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ആദ്യത്തെ കലാനായകനാക്കി മാറ്റാനുള്ള ആഗ്രഹം. Dear haters, dear haters, okay, ഇത് അവർ കാണാൻ വേണ്ടിയാണ്. നല്ലൊരു സിനിമയായിരിക്കും. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അധികം വൈകാതെ തന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ചാന്ദിനി ശ്രീധർ, പ്ലീസ്. എന്റെ കോഴിക്കോട് ഇത്രയല്ല, ചെതിലും കൂടുതൽ വേണ്ടത്. എനിക്ക് തോന്നുന്നു റോബിനുമായി ബന്ധപ്പെട്ട കുറച്ച് ഹാപ്പിനെസ് കൂടെ ഷെയർ ചെയ്യാനുണ്ട് അല്ലേ? റോബിൻ വന്ന് റോബിൻ എന്റെ മകളെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ മെഡിക്കൽ കോളേജിൽ സർവീസ് മെഡിക്കൽ കോളേജിലെ എൻ്റെ ഹോസ്പിറ്റലിൽ GG ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടാണ് ഇദ്ദേഹം ആദ്യം ആരംഭിച്ച പ്രൊഫഷണൽ ആരംഭിച്ചത്. അവിടുന്നാണ് ഈ ബിഗ് ബോസ് എന്ന പരിപാടിയൊക്കെ പോയത്. ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നല്ലൊരു കലാകാരനായി ഇദ്ദേഹം മാറി. അംഗീകരിച്ചൊരു കലാകാരനായി ലോകം മാറിയിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ വളരെ പ്രധാനം ഇദ്ദേഹത്തിന് വലിയൊരു ഒരു ഭാവി ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം. ഞാൻ അതുകൊണ്ട് എൻ്റെ പടം തന്നെ അതായത് ഗോകുലം പോലീസ് ആരംഭിക്കുന്ന പടത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ആദ്യത്തെ കലാനായകനാക്കി മാറ്റാനുള്ള ആഗ്രഹം. ശ്രീ ഗോകുലം പോലീസിന്റെ അടുത്തൊരു സിനിമയിൽ നമുക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കാണാം അല്ലേ സാർ? തീർച്ചയായും. കാരണം ജനങ്ങൾ അംഗീകരിച്ച ഒരു കലാകാരനാണ് ഇദ്ദേഹം. കാരണം വലിയ സിനിമയിലൊന്നും പോയിട്ടില്ലെങ്കിൽ കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ നേച്ചർ, പിന്നെ ജനങ്ങളിലുള്ള ആ സമീപനമുള്ള അദ്ദേഹത്തിന് വലിയ അംഗീകാരമുള്ള ഒരു മനുഷ്യനെ കലാകാരനാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇനി ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൂടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അതും മലയാളത്തിലെ വളരെ പ്രശസ്തനായ മലയാളത്തിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് നൽകിയ ഒരു പ്രൊഡ്യൂസറാണ് ശ്രീ ടോമിച്ചൻ മുളകുപാടം. എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ തന്നെ നമ്മുടെ കൈയടിക്കും അല്ലേ? ഗോപാലൻ സാറിന്റെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് ശ്രീ ടോമിച്ചൻ മുളകുപാടം. നമ്മൾ തോമസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറാണ്. വളരെ നല്ല പടങ്ങളൊക്കെ എടുത്ത് നല്ല ജനങ്ങൾക്ക് അംഗീകാരം നല്ലൊരു പ്രൊഡ്യൂസറുണ്ട്. ഇപ്പം അടുത്ത് ഒരു പടം അതായത്
നിങ്ങൾ രണ്ടുപേരും ഞാൻ ചെയ്യാണ്. അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റക്കൊമ്പൻ എന്നൊരു മൂവി ശ്രീ ഗോകുലം മൂവീസ് ആൻഡ് കോമിക്സ് കൊളഗോണ് രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവി റിലീസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞു. സോ അടുത്തതായി എനിക്ക് തോന്നുന്നു ഗോപാലൻ സാർ റോബിനെ കേൾക്കാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യാണ്. അതെ, റോബിനെ നിങ്ങളോട് പലതും പറയാനുണ്ട്. അതെ, റോബിൻ പറയട്ടെ. അതെ. സോ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കോഴിക്കോട്. ഓക്കെ, സോ ഇന്ന് ബഹളമൊന്നും വെക്കുന്നില്ല കേട്ടോ, അലർന്നില്ല. പറഞ്ഞോ, സീരിയസ് ടൈം പറഞ്ഞോ. ഇന്ന് ചിങ്ങ ഒന്നാണ്. എൻ്റെ ലൈഫിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്, വലിയൊരു ആഗ്രഹമാണ് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അപ്പം ഇന്ന് അതിന് ഒരു എന്താ പറയുക, ഒരു ബലമുണ്ടായിരിക്കുകയാണ്. സോ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബാനർ ഗോകുലം പിക്ചേഴ്സിൻ്റെ ബാനറിൽ അടുത്തൊരു മൂവി ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അത് മാത്രമല്ല, ഞാൻ ട്രിവാൻഡ്രത്തുള്ള GG ഹോസ്പിറ്റലാണ് ജനിച്ചത്. സോ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഗോകുലം സാറിൻ്റെ ഹോസ്പിറ്റലാണ് GG ഹോസ്പിറ്റൽ. സോ അപ്പം സാറിൻ്റെ കൂടെ ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഭാഗ്യം ചെയ്തു, ബ്ലെസ്ഡ് ആണ്. എൻ്റെ പ്രിവിലേജാണ് സാറിൻ്റെ കൂടെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ഒരു നിമിഷം ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ടായിട്ടാണ് ഈ ഒരു നിമിഷം എന്താ പറയുക ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. നമുക്ക് എല്ലാവർക്കും പാഷൻ ഉണ്ടായി. സോ അപ്പം നമ്മുടെ പാഷന് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുക. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും. എന്താ പറയുക, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ കാണുന്ന ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റാണ്. കൊച്ചു കുട്ടികളെ മുതൽ പ്രായവരും അമ്മമാരും എല്ലാവരും ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്നെ പോലെ ഒരു സാധാരണക്കാരന് വലിയൊരു കാര്യമാണ്. ഞാനൊരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഇനി അഭിനയിക്കും. ഓക്കെ, അപ്പം സാറിൻ്റെ ബാനറിൽ സാറിൻ്റെ പിക്ചറിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നു എന്നറിയുന്നതിൽ എന്താ പറയുക, ഇതിൽ പരം എനിക്ക് വേറൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമില്ല. ഇവിടെ വന്നിരുന്നിട്ട് കോഴിക്കോടുകാരുടെ സ്നേഹം ഞാൻ ഓൾറെഡി കണ്ടതാണ് പല പ്രാവശ്യം. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്കറിയാം നിങ്ങളെല്ലാം ഒരുപാട് നേരം നിൽക്കുകയാണ്, കാല് കഴിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇരുന്നിട്ട് പൊക്കോളാം. ഓക്കെ, സോ അപ്പം അടുത്തതായിട്ട് പറയാനുള്ളത്, ഒരുപാട് പേരുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹം കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ആരും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ നിങ്ങൾ ഒരുവൻ തന്നെയാണ് ഞാൻ. ഇന്ന് പോലും ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന. ഓക്കെ, ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഒരു മൂവിയിൽ അഭിനയിക്കുക എന്നുള്ളത്. സോ എന്തായാലും ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല. ഒരു വളരെ നോർമലായിട്ടുള്ള ഒരു പച്ചയ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എൻ്റെ ലിമിറ്റേഷൻസിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആക്ടിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു കാര്യമാണ്, തെറ്റുകുറ്റങ്ങൾ പറ്റാം, പക്ഷേ അതെല്ലാം ഞാൻ തിരുത്തും, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എല്ലാം ഒരുപാട് സ്നേഹവും സപ്പോർട്ടും എന്നും റോബിൻ്റെ കൂടെ ഉണ്ടാവും. അതെ, ഒരു കാര്യം കൂടെ, പിന്നെ ഡിയർ ഹേറ്റേഴ്സ്,
ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് ചെറുതായിട്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്നെ വെറുക്കുന്ന ആൾക്കാർ. എന്താ പറയുക, എന്നെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും എന്നെ പറ്റിയ കുറ്റങ്ങൾ പറയാനും എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എത്രയൊക്കെ എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും എന്നെ തളർത്താനും ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. ഓക്കെ, അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് പോസിറ്റീവ്സും ഒരുപാട് നെഗറ്റീവും ഉള്ളൊരു പച്ചയ മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഫേക്കായിട്ട് നിൽക്കാൻ അറിയത്തില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ നിൽക്കുന്നത്. ഞാൻ എങ്ങനെയാണോ എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് അടുത്ത 6 മാസമാണെങ്കിലും അടുത്ത 5 വർഷമാണെങ്കിലും 10 വർഷമാണെങ്കിലും 20 വർഷമാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമല്ല, ഈ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയാനുള്ള ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ വിലപ്പെട്ട സമയമാണ് പാഴാക്കുന്നത്. സമയം വളരെ മൂല്യമായിട്ടുള്ളൊരു കാര്യമാണ്. സമയം കളയാതെ 4 അക്ഷരം പഠിച്ചിട്ട്, ഓക്കെ, 4 അക്ഷരം പഠിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടി ശ്രമിക്കുക. ജീവിതത്തിൽ ഞാൻ തോറ്റുപോകണമെന്ന് ആഗ്രഹിച്ചിട്ട് മുന്നിൽ വാശിയോടെ ജീവിതം ജീവിച്ച് കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ വാശി മാത്രമല്ല, എന്റെ തീരുമാനം കൂടിയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഉണ്ണിമോഹൻ പറയുന്നത് തോൽക്കാൻ എനിക്ക് മനസ്സില്ല ബ്രോ. ഇത് ബ്രോയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് പിന്നെ താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്നേഹവും സപ്പോർട്ടും എന്നും റോബിന്റെ കൂടെ ഉണ്ടാവും. ആൻഡ് ടോമിച്ചൻ സാർ 2 വാക്ക് ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ ഗോകുലൻ മൂവീസ് ഇതിലൊരു ബില്ല് സിനിമ ബ്രൂസിലി ചെയ്യുന്നതിൽ, അതായത് വൈശാഖും ഉദയകൃഷ്ണയും ഗോപാലൻ സാറും കൂടി ചെയ്യുന്ന ഇത്ര വലിയൊരു മൂവി, അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഇതെനിക്ക് ബൈ ചാൻസാണ് ഇവിടെ വരാൻ സാധിച്ചത്. അതിന് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കോട് ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇനിയും എൻ്റെ സിനിമകൾ കണ്ട് ഞങ്ങൾ വിജയിപ്പിക്കണമെന്ന് എല്ലാവരും താല്പര്യപ്പെടുന്നു. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഗോപാലൻ സാർ ഇവിടെ കുറച്ച് സമയം കൂടെ നിൽക്കേണ്ടതുണ്ട്. ആൻഡ് മറ്റുള്ളവർക്ക് തിരിച്ച് ഓഡിയൻസിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ഡോക്ടർ റോബി. അടുത്തതായി സ്വാഗതം ചെയ്യുകയാണ് മലയാളത്തിന്റെ ഹിറ്റ് മേക്കർ, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് മേക്കർ എന്ന് പറയാൻ കഴിയുന്ന ബമ്പർ ഹിറ്റ്, മലയാളത്തിന് കോടികളുടെ കളക്ഷൻ നൽകിയ വൈശാഖ്. യെസ്, ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു അതുല്യ പ്രതിഭയെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. I would like to invite Mr. Shaji, cinematographer Shaji. ഏറ്റവും മനോഹരമായ വിഷ്വലുകളിലൂടെ മലയാളികളെ അരപിടിപ്പിക്കുന്ന സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ഷാജി. യെസ്, ഇനി നമ്മളെല്ലാവരും ഇത്രയും നേരം കാത്തിരുന്ന പ്രൗഢ ഗംഭീരമായ ആ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. മലയാളത്തിന്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് ശ്രീ ഗോകുലം മൂവീസ്, അവരിൽ നിന്ന് മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രം കൂടി മലയാളികൾ ആസ്വദിക്കാൻ പോകുന്നു. അന്യഭാഷാ ചിത്രങ്ങൾക്ക് പിറകെ പോകുമ്പോൾ എന്തുകൊണ്ട് മലയാളത്തിൽ ഇത്തരം സിനിമകൾ സംഭവിക്കുന്നില്ല എന്ന് എല്ലാ മലയാളിയും സംശയിച്ചിരുന്നു. അതിനുള്ള ഉത്തരം ശ്രീ ഗോകുലം മൂവീസ് നൽകാൻ പോവുകയാണ്. ബ്രഹ്മാണ്ഡ ചിത്രം, അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റർ ലോഞ്ചിങ് അല്പസമയത്തിനകം ഈ വേദിയിൽ നടക്കാൻ പോവുകയാണ്. ഈ ഒരു സിനിമ ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരൊറ്റ മുഖം മാത്രം, യെസ്, വൈശാഖിന് ഈ ചിത്രത്തിലേക്ക് ഒരു മുഖം, ശ്രീ ഗോകുലം മൂവീസിന് ഈ ചിത്രത്തിലേക്ക് ഒരു മുഖം. അതെ, പ്രിയപ്പെട്ട നമ്മുടെ ഉണ്ണിമുകുന്ദൻ.
സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയാൻ ആഗ്രഹമില്ല, പക്ഷേ ഇതൊരു വലിയൊരു സിനിമയായിരിക്കും. ആൻഡ് ഇതിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് നമുക്ക് തന്നത് ഗോകുലൻ സാറാണ്. നമ്മൾ അന്യഭാഷ ആക്ഷൻ ചിത്രങ്ങൾ കണ്ടിട്ട് നമുക്കൊരു തരപ്പ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്തുകൂടെയാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ദ ടൈം. ബ്രൂസ് ലീ നല്ലൊരു ആക്ഷൻ സിനിമയായിരിക്കും. ആൻഡ് 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മല്ലു സിംഗ് എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് വൈശാഖിന് ഡയറക്ഷനിൽ ചെയ്യാൻ പോകുന്ന സിനിമ. ഐ എം വെരി ഹാപ്പി. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ആക്ഷൻ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും വളരെ ഇഷ്ടമാണ്, ചെറിയ പ്രായം മുതൽ ഇഷ്ടമാണ്. അപ്പോൾ ആക്ഷൻ സിനിമകളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആക്ഷൻ സിനിമകളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എൻ്റെ സിനിമകളിലൊക്കെ പറ്റുന്ന രീതിയിൽ ആക്ഷൻ തള്ളിക്കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരു ഫുൾ ലെങ്ത് ഒരു വലിയ ആക്ഷൻ സിനിമ ചെയ്യണമെന്നുള്ളത് ഒരു വലിയ ആഗ്രഹമാണ്. ആ സമയത്താണ് ബ്രൂസ് ലീ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഫുൾ സെറ്റ് ആക്ഷനുമായി ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹവുമായി തീരുമാനമുണ്ടായി. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായി ഈ സിനിമയുടെ കാര്യങ്ങൾ പലതവണ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിന്നത് അതൊരു വലിയ ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഗോപാലൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലുള്ള വിശ്വാസത്തോടെ ഈ ഒരു വലിയ ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിൽ നിന്നാണ് ഈ ബ്രൂസ് ലീ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഓൺ ഫ്ലോർ വന്നിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് മുൻപിൽ നിന്ന് നയിക്കുന്ന ഗോപാലന് പ്രത്യേകമായി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ബ്രൂസ് ലീക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നല്ലൊരു സായന ആശംസിക്കുന്നു. ഞാനും വൈശാഖും ചേർന്ന് 4 ചിത്രങ്ങളാണ് ഒന്നിച്ചത്. ഒന്ന് പോക്കിരി രാജ, ഒന്ന് മധുരരാജ, പുലിമുരുകൻ, ഇപ്പോൾ മോൺസ്റ്റർ. അതിനുശേഷം ഈ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം ഒരു പുതിയ സ്റ്റാർ ഞങ്ങളോടൊപ്പം ഒന്നിക്കുകയാണ്. അതിന് നിർമ്മിക്കാനായി മലയാളത്തിലെ 1-ാം നമ്പർ ബാനറായ ഗോകുലം മൂവീസ് സഹകരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷം. താങ്ക് യു ഗോപാലൻ സാർ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. നെക്സ്റ്റ് നമ്മളോട് സംസാരിക്കുന്നത് ഷാജി സാർ, പ്ലീസ്. നമസ്കാരം. ഉണ്ണി ഇങ്ങനൊരു പടം ചെയ്യണം എന്നുള്ള ആഗ്രഹം ആദ്യം പറയുന്ന വൈശാഖിനോട് ഉണ്ണിയും ഉദയനോട് പറഞ്ഞു. അടുത്ത കോളേജ് ചെയ്യുന്നത് എന്നെയാണ്. അങ്ങനെ ഒരു സിനിമ, വലിയ സിനിമ ചെയ്യാനായിട്ട് ഇപ്പോൾ ഗോപാൽ സാറ് മുന്നിട്ട് വരെയും ഉണ്ണിയുടെ ആഗ്രഹം സാധിക്കാൻ പോവാണ്. അതിലെനിക്കും ഒരു പാർട്ടാവാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷം. ഗോപാൽ സാർ അങ്ങനെ ഇത്തരം നല്ല സിനിമകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറും മലയാളത്തിലുണ്ടാവുന്നത് എപ്പോഴും നമുക്ക് നല്ല നല്ല സിനിമകളിൽ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഗോകുലം മൂവീസിൻ്റെ ബാനർ ഈ സിനിമയിൽ നിങ്ങൾ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു സർപ്രൈസ് എന്ന് എനിക്ക് തോന്നുന്നു വൈശാഖ് സാർ ആൻഡ് ഉണ്ണിമുകുന്ദൻ ഇവിടെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യേണ്ടതാണ്. ഗോപാലൻ സാർ ആൻഡ് ഓഡിയൻസിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. സാറിന് അവിടെ ഇരുന്ന് കാണാം. അവിടെ ഇരുന്ന് കാണേണ്ട ഒരു ആസ്വാദന വിരുന്ന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട്. അപ്പോൾ ആ ഒരു സർപ്രൈസ്, ആ ഒരു ആസ്വാദന വിരുന്ന് നമ്മളിവിടെ ആസ്വദിക്കാൻ പോവാണ്. വേറൊന്നുമല്ല, റെഡ് എഫ്എമ്മും ഗോകുലം ഗലേറിയം മാളും കൂടി ചേർന്ന് ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ആ ഇത് ഒരു
ഫാൻ മെയ്ഡ് വീഡിയോ ആണ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എം 93.5 ആൻഡ് ടീം ഗോകുലം ചേർന്ന് ഉണ്ണിമുകുന്ദന് വേണ്ടി വൈശാഖിന് വേണ്ടി നിർമ്മിച്ച ഒരു ഫാൻ വീഡിയോ ആണ്. മനു, എനിക്ക് ഒറ്റ ഡൗട്ട്. വൈശാഖ് സാർ, ഇതാണോ ആ ഒരു, ഞാൻ ചോദ്യം പൂർത്തീകരിക്കില്ല, കാരണം ഇത് വൈശാഖ് സാർ സിനിമ എങ്ങനെയാണ്, ഇതായിരിക്കും ആംബിയൻസ് എന്താണ്? ഞാൻ കുറേ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടുള്ള ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ആ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു. എന്തായാലും ഇതിനേക്കാൾ നന്നായി ചെയ്യാം. സൂപ്പർ. താങ്ക് യു. യെസ്, ആൻഡ് ഇനി നമുക്ക് ഇവരങ്ങോട്ടിരിക്കട്ടെ. യെസ് യെസ്. മലയാളികളുടെ പ്രിയപ്പെട്ട താരം ഉണ്ണിമുകുന്ദനും ശ്രീ ഗോകുലം മൂവീസും വന്നിരിക്കുന്ന ബ്രൂസ് ലീ, ദ പാൻ ഇന്ത്യൻ മൂവി. Alright. ഇനി നമ്മൾ ഒരു ചെറിയ ഒരു വെബ് സീരീസിന്റെ ഒരു ഒഫീഷ്യൽ താങ്ക് യു. എന്നും നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ ഈ ഒരു സന്തോഷം കേക്ക് കട്ടിങ്ങിലൂടെ നമ്മൾ ഷെയർ ചെയ്യാണ്. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ബ്രൂസ് ലീ. മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ പ്രൊഡക്ഷൻ ഹൗസ് ശ്രീ ഗോകുലം മൂവീസിന്റെ വൈശാഖ് സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ബ്രൂസ് ലീയുടെ ടൈറ്റിൽ ലോഞ്ചിങ് സെറിമണി നമ്മളിവിടെ കഴിഞ്ഞു. അതിന്റെ സന്തോഷം നമ്മൾ കേക്ക് കട്ടിങ്ങിലൂടെ സെലിബ്രേറ്റ് ചെയ്യാണ്. ടിയാര നിങ്ങൾക്കായി ഒരുക്കുന്ന തകർപ്പൻ ഓണം ഓഫറുകൾ. ഏവർക്കും ടിയാരയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.